ഹലോ, ഏതൻ വർഷ വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലുള്ള ടേബിൾ വീട്ടിലുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ എന്നെ പോലെ ടേബിൾ ഷീറ്റ് വാങ്ങി വാങ്ങി മടുത്തു കാണും. ഇന്ന് നമ്മൾ ഈ ടേബിളിന്റെ കംപ്ലീറ്റ് രൂപം മാറ്റാൻ പോവാണ്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? മാർബിളിന്റെ ടേബിൾ പോലെയില്ലേ? മാർബിളിന്റെ ടേബിൾ എല്ലാം വാങ്ങേണ്ടിക്ക് 19,000 രൂപ വേണ്ടി വരും. പക്ഷെ എനിക്ക് ഇതിനാകെ ചെലവ് വന്നത് 120 രൂപയാണ്. മീഷോന്ന് ഞാൻ ഈ വാൾ സ്റ്റിക്കർ ഓർഡർ ചെയ്യുന്ന സമയത്ത് നല്ല ഓഫർ ഉണ്ടായിരുന്നു. വെറും 236 രൂപയ്ക്കാണ് എനിക്ക് 3 റോള് വാൾ സ്റ്റിക്കർ കിട്ടിയത്. എന്നാൽ 1.5 ഷീറ്റ് വാൾ സ്റ്റിക്കർ കൊണ്ട് ഞാൻ ആ ഫുൾ മേശ ഒട്ടിച്ചു. കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടാണ് തോന്നുന്നു, പക്ഷെ ഒട്ടിച്ച് തുടങ്ങിയപ്പോൾ നല്ല പണിയുണ്ടായിരുന്നു. ഏകദേശം ആ ഒരു മേശ എയർ ബബിളൊന്നും കൊടുങ്ങാതെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കാനായിട്ട് എനിക്ക് 1.5 മണിക്കൂറെങ്കിലും എടുത്തിട്ടുണ്ടാവും. വളരെ നേരത്തെ സ്റ്റിക്കർ ആയതുകൊണ്ടും ശ്രദ്ധിക്കാതെ ഒട്ടിച്ച എയർ കൊടുക്കുന്നുണ്ടും പിന്നെ നല്ല ക്ഷമയോടെ ചെയ്യേണ്ട പണിയായതുകൊണ്ടും ഞാൻ അമ്മേനെയും കൂടി ഹെൽപ്പിന് വിളിച്ചു. 60 സെന്റിമീറ്റർ വീതിയും 2 മീറ്റർ നീളമാണ് ഒരു ഷീറ്റിന് ഉണ്ടായിരുന്നത്. മീഷോയിൽ നല്ല ഓഫറുള്ള സമയത്തായതുകൊണ്ട് 236 രൂപയ്ക്ക് ഇതുപോലത്തെ 3 റോള് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. വളരെ ക്ഷമയോടെ പതിയെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒട്ടിച്ച സാധനം വീണ്ടും പറിച്ചൊട്ടിക്കേണ്ടി വരും. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, എയർ ബബിൾ കുടുങ്ങിയിട്ട് ഞാൻ വീണ്ടും പറിച്ചൊട്ടിക്കുന്നുണ്ട്. ഒരു തവണ ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഒട്ടിക്കാം. വീണ്ടും പറിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അതിൻ്റെ പശയൊക്കെ ഇളകിപ്പോയി പിന്നെ അത് വൃത്തികേടാവും. അതുകൊണ്ട് പരമാവധി ശ്രദ്ധിച്ച് സമയം എടുത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ടേബിളിൻ്റെ ഈ 4 സൈഡിലുള്ള കോർണർ ഭാഗം ശരിയാക്കി എടുക്കുക എന്ന് പറയുന്നത് നല്ല ടാസ്ക് പിടിച്ച പണിയായിരുന്നു. അതൊരു ബ്ലേഡ് വെച്ച് കട്ട് ചെയ്ത് സാവധാനത്തിൽ ഒട്ടിച്ചു കൊടുത്ത് റെഡിയാക്കി എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വാളിലും കൗണ്ടർ ടോപ്പിലൊക്കെ ഇതുപോലെ ഇങ്ങനെ വാൾ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഒരുപാട് യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവുമോ എന്നുള്ളൊരു കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷേ ടേബിളിന്റെ പകുതി ഭാഗം ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഫ്ലാറ്റായി. അതുപോലെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അതൊന്ന് കംപ്ലീറ്റ് ആയി കാണാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ ടേബിളിന്റെ കറക്റ്റ് അളവൊക്കെ എടുത്ത് അളന്ന് മുറിച്ചെടുത്ത് ഒട്ടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ വേസ്റ്റേജ് കുറക്കാൻ പറ്റും. ബാക്കി വരുന്നതിന് ചെറിയ ഷീറ്റാണെങ്കിൽ പോലും നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും യൂസ് ചെയ്യാനും പറ്റും. സ്റ്റിക്കറിൻ്റെ പിറകിലുള്ള ആ പേപ്പർ പിറകിൽ നിന്ന് ആരെങ്കിലും വലിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതുപോലെ എന്തെങ്കിലും, ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ATM കാർഡാണ്, അതുപോലെ എന്തെങ്കിലും ഷാർപ്പ് എഡ്ജസ് ഉള്ള എന്തെങ്കിലും സ്ക്രേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ എയറൊന്നും കുടുങ്ങാതെ നമുക്ക് ഫിനിഷിങ്ങോടെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ടേബിൾ മേക്ക് ഓവർ? അടിപൊളിയല്ലേ? ഇനി ഇതുപോലുള്ള വീഡിയോസിനായി ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം.
ബൈ.